ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ നോമ്പ് ഭയങ്കരമായിട്ട് തലയിൽ കയറിയിട്ടുണ്ട്. കാരണം ഇന്ന് നല്ല വെയിലില്ല, ഇന്ന് ഭയങ്കര വെയിലുണ്ട്. ഞങ്ങൾ പൊതുവെ സാധാരണ പുറത്തിറങ്ങാറില്ല. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ കൂടെ ഞങ്ങൾ ആ ഒരു വെയിലിൻ്റെ ചൂടുകൊണ്ട് ഇറങ്ങില്ല. 3:30 ആ ഒരു സമയത്ത് ഇറങ്ങുള്ളൂ. ഇന്ന് 3:30ക്കും വെയിലായിരിക്കുമോ? ഇന്ന് 3:30ക്കും വെയിലാണ് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ അർജന്റായിട്ട് പോകേണ്ടതാണ്. ഈ ഒരു നോമ്പെടുത്തിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അത് പോയേ പറ്റുള്ളൂ. എവിടേക്ക് പോണ്? നമ്മള് മണ്ണെങ്ങനെ ആട്ടിട്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നോമ്പിന്റെ ഇടയിലും വെയിലിന്റെ ഇടയിലും സനാന്റെ സ്കൂൾക്ക് പോകേണ്ട ഒരു കാര്യമുണ്ട്. സ്കൂളത്തെ പാരന്റ്സ് മീറ്റിങ്ങിന്. ആ പോണതിന് മുന്നേ നമ്മുടെ നോമ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാൻ. ഒരു 4 മണി കഴിഞ്ഞാൽ എത്ര എളുപ്പം കൊണ്ടാ സമയം പോണത്. അതുവരെക്കും സമയം പോണില്ല. 4 മണി കഴിഞ്ഞാൽ വേഗം 6:30 ആകുമ്പോഴത്തേനും ഒരു 2 പൈനാപ്പിൾ കെട്ടിയുമ്പോഴത്തേനും 6 മണിയായി. അപ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വെറൈറ്റി എപ്പോഴും നമ്മൾ കടയിൽ നിന്നും എപ്പോഴെങ്കിലൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക. അപ്പം ഇന്ന് എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അത് സമൂസയും റോളും 2 പോസ്റ്റ്മോർട്ടം ആത്മഹത്യം ചെയ്താണെങ്കിൽ കൂടെ ശരിയായി. അതിനുശേഷം നമ്മൾ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ പപ്സ് എന്തായാലും ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിലാണ്. ജസ്റ്റ് കുട്ടികൾക്ക് മാത്രം, എനിക്കൊന്ന്, കുട്ടികൾക്ക് ഒരു 3 അത്രയേ ഉള്ളൂ. ബാക്കി ആർക്കും കൂടെ വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ റോൾ വെച്ചിട്ടാണ് റെഡിയാക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കറിയൊക്കെ വെക്കുമായിരുന്നു, ഫിഷ് കറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുട്ട പപ്സ് ആയതുകാരണം കൊണ്ട് ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു മുട്ടനെ ഉടച്ചു കൂട്ടി. അപ്പോഴാ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഇടയിൽ ചിക്കന്മാർ കണ്ടില്ലേ. ഇത് ചിക്കൻ പപ്സ് ഉണ്ടാക്കാം ഇതിൽ. പക്ഷെ ചിക്കൻ ഇല്ല ഗൈസ്. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ ഫുള്ള് നമ്മൾ മീനായത് കാരണം കൊണ്ട് ചിക്കൻ ഇല്ല. ആ മീൻ കഴിഞ്ഞിട്ട് നമ്മളിന്ന് ചിക്കൻ വാങ്ങുള്ളൂ. ഇല്ല നടുവിൽ മീൻ നിന്ന് ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കനിലേക്ക് പിന്നെയും മാറും. അപ്പോൾ അതാ നമ്മുടെ മസാല ഉണ്ട്, മുട്ട ഉണ്ട്. ഇതതോടെ പശ ഇന്ന് വള്ളമാരി ആക്കിയിട്ടുണ്ട്. പോരെ, അന്നിക്ക് കട്ടിയായിരുന്നു, നമ്മൾ വള്ളമാരി ആക്കി. പശനെ കുറച്ചുകൂടി പെപ്പർത്തൂട്, കുരുമുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കുരുമുളക് പൊടി അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. 2 ഷീറ്റ്, 2 വേണ്ട, 4 ഷീറ്റ് വെച്ചിട്ടുള്ള സൈഡാ. 2 സൈഡോ 4 സൈഡോ? അതിന് മാവ് பண்ணிடலாம். பரோட்டா மாவுலையும் பண்ண மாட்டோம். அதில் தான் பண்ணுவாங்க. சீட்டில் பண்ணது ஒன்று பார்த்தது இல்லையா? சின்ன சமோசா பப்ஸ் வரும். நடுவல்ல சென்ட்ரு ഇന്ന് പശ ഒട്ടിക്കാനുള്ള ഐറ്റംസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മസാല ഇതിലെടുക്കുക. ഓക്കെ, അത് കാരണം കൊണ്ട് ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. വച്ചോ, മറന്നു പോച്ചേ. ഇതെന്താ ஞாபகம் இருந்துச்சு? இது சுத்துறதுக்கு உனக்கு மறந்து வேற போச்சா? அந்த சைடு பஸ்ஸே மறந்துட்டோம். பப்ஸ் ரெடி ஆச்சா? ஓகே. எதில் சுடுவீங்க? எண்ணெயில் சுடலாம், ஓவனில் சுடலாம், நம்ம இஷ்டம். இது பேர் என்ன சொல்ல? பப்ஸா? முட்டை சமோசா, பப்ஸ் கிடையாது. சரி, நாட்ட பேர் முட்டை பப்ஸ். முட்டை சமோசா கோனா தானே வரும். இப்படி தான் பண்ணுவாங்க. சிக்கன் சமோசா பண்ணுறோம். சிக்கன் சமோசா இந்த மாதிரி தான் வரும். அப்போ அடுத்த அட்டம்ப்ட் சிக்கன் சமோசா செய்கிறேன். ஏதோ ஒன்று செஞ்சு கொடுக்குதா இல்லையா? ഈ ഒരു ഇതുകൊണ്ട് നിറയെ വിദ്യ ഉണ്ടാക്കണം. பப்ஸுனா அந்த மாவு பிசைஞ்சு இதிலே பப்ஸு ஷீட்டு வருது, கொஞ்சம் கட்டியாக இருக்கும்.
അതിന് എന്താണ്ട് ഒരു കോണ് മുടക്കണം, എന്താണ്ട് ഒരു കോണ് മുടക്കണം, എന്താണ്ട് ഒരു കോണ് മുടക്കണം, എന്താണ്ട് ഒരു കോണ് മുടക്കണം. പപ്സാச்சு. ഇത് அந்த இது பண்ண முடியும். இது எப்படி பிச்சை போகுது ഗൈസ്. നമ്മുടെ മുട്ട പപ്സ് എന്നും പറയാം, മുട്ട സമൂസ. സമൂസ അങ്ങനെ വരില്ലല്ലോ, ഏതോ ഒന്ന് മുട്ട വെച്ച് ഏതോ ഒന്ന് ഉണ്ടാക്കി. അതിൽ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇത് ബാക്കി മസാല വന്നപ്പോൾ സമൂസനാക്കിയതാണ്. ഇനിയൊരു സ്പെഷ്യലായിട്ടൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ പേരെന്താ? എന്നാ സമൂസ. കുടല് പാതി പുറത്താണ്. ഇതിങ്ങനെ എണ്ണയിലിട്ട പൊട്ടാതാ, പൊട്ടട്ടോ എണ്ണയിലിടുമ്പോൾ ഹൈലൈറ്റ്. ഇതിൻ്റെ மீதி எங்கே ஆப்ரேஷன் பண்ண மாதிரி போச்சு. ஒட்ட கூட மாட்டா, ஒட்டாதே ஒட்ட மாட்டேங்குது. ஒட்டுமா பார்க்கலாமா? ஒட்டல. சரி, ஏதோ ஒன்று பேருக்கு ஒரு സമൂസ. സമൂസ മാതിരി ഇല്ല, പപ്സ് മാതിരിയും ഇല്ല. ഗൈസ്, അപ്പോൾ നമ്മുടെ നോമ്പ് തുറയുടെ സ്പെഷ്യൽ ഇന്ന് ഇതാണ്. കാണുമ്പോൾ തിന്നാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും തിന്നാൻ പറ്റില്ല ഗൈസ്. അത് വേറെ കൊണ്ട് ആഗ്രഹിച്ച കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇത് എപ്പടി പൊട്ടത് കുടല് പുറത്ത് വരുന്ന മാതിരി ഇരിക്ക്. ഫ്രിഡ്ജിലെ പൊട്ടാ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഒഴുകുന്ന മസാല ആക്കി വെച്ചിട്ടുള്ളത് പുറത്ത് വെക്കും തോറും ഇത് പൊട്ടും സംഭവം. അതായത് അതുകൊണ്ട് കുറച്ച് നേരം തണുപ്പിൽ വെക്കാം. അപ്പോൾ നമ്മുടെ പപ്സൊക്കെ അവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിന് നടുവിൽ സനാൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട് പാരൻസ് മീറ്റിങ്ങിന്. അപ്പോൾ ഇവിടെ വരക്കുവാണ് അലൗഡ് ഉള്ളൂ. ഇവിടെ ഞങ്ങളുടെ വണ്ടിയൊന്നും അലൗഡ് ഇല്ല. അപ്പോൾ സന ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ടാവും, ഞാൻ വരുമോ വരില്ല. ഞാൻ രാവിലെ ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ വൈകുന്നേരം ഓട്ടോമാറ്റിക് വരില്ല വർക്കും. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വന്നു തന്നെ ആവണം. അപ്പോൾ പോയിട്ടെ നീ വരിയാ? ഒരു ദിവസം അങ്ങ് വരുവിയാ? വരമാട്ടിയാ? അപ്പോൾ ഞാൻ പോയിട്ട് വരാം. சனாங்க ஏன் எங்கே போச்சு? எங்கே போச்சு? இங்கே முன்னாடி இருக்கு, அங்கே போயிருக்கு. அதான் கம்ப்ளைண்ட் பண்ணியிருப்பாங்க. അടിച്ചു മിസ്, ഞാൻ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും ചെയ്യില്ല, പഠിക്കില്ലെങ്കിൽ പുറത്തെത്താം. ഇന്ന് നമുക്ക് രാത്രിക്കുള്ള ഉപ്പേരിയാണ് ഗൈസ്. ബ്രൗൺ കളർ മുട്ടക്കോസ് ഉപ്പേരി. പർപ്പിളാണ് ഗൈസ്. അടുത്തത് ഇവിടെ ഉണ്ട്. അടുത്തത് എന്താണെന്നറിയോ? ഇത് മത്തിയല്ല, മത്തി വറ്റിച്ചത് ഇന്നത്തെ കറി. വേറെ മുട്ടയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളൂ. അടുത്ത് നമുക്ക് ഇവിടെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. വന്നിട്ട് ഇത് പൊരിക്കാൻ പറഞ്ഞിട്ട് എണ്ണ അത് നെയ്യ്. ഞാൻ ഒന്ന് പശുവിനെ വളർത്തുന്നുണ്ടല്ലോ ഇവിടെ. ഇത്രയും നെയ്യിന് പശുവിനെ വളർത്തുന്നവരുടെ ഉള്ളിൽ കൂടെ ഇത്ര നെയ്യ് ഉണ്ടാവൂല. കൈകൊട് ഒന്ന് രണ്ട് പറ്റിയാ? നിങ്ങളത് വരമാട്ടെ சொன்ன வந்துருச்சு பாரு. നമ്മളോടെ എഗ് പപ്സ്. ഇതാണ് നമ്മൾ സെഞ്ച് പപ്സ്. പപ്സ് എന്നും പറയാം, മുട്ട സമൂസ എന്നും പറയാം. ഇതാണ് രണ്ട് വെറൈറ്റി ഉള്ള സാധനം. അപ്പോൾ നമ്മുടെ എണ്ണ പലഹാരം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഫുഡിനുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയമുണ്ട് കുറച്ച് നേരം കൂടി. ഇപ്പോൾ 4:30 ആയിട്ട് ഒരു 5 മണിക്ക് കളത്തിലിറങ്ങി ബാക്കിയുള്ളതൊക്കെ ചെയ്താലും
ആ ഒരു 6:30 ആകുമ്പോഴത്തേനും. ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്നാക്സ് ഇതാണ്. നാളെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. നാളെ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.